ഇത് കൊലപാതകമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നതെങ്കിൽ CBI കൊലപാതക കുറ്റമാണ് അന്വേഷിക്കാൻ വരുന്നതെങ്കിൽ ദാറ്റ് മൊമെന്റ് ഇറ്റ് സെൽഫ് ദ കേസ് ഈസ് ഇൻവാലിഡ്. ആ മൊമെന്റിൽ ഈ കേസ് ഇല്ലാതാവും. PP ദിവ്യ ഹീറോ ആയിട്ട് തീരുകയും ചെയ്യും. PP ദിവ്യ വേട്ടയാടപ്പെട്ടയാളായിട്ട് തീരുകയും ചെയ്യും. അഗ്നിപരീക്ഷ കഴിഞ്ഞ് വരുന്ന ഒരാളെ അത് PP ദിവ്യയുടെ ഉയിർപ്പിന് കാരണമാവുകയും ചെയ്യും കൊലപാതകമാണെങ്കിൽ. പക്ഷേ കൊലപാതകമല്ലെങ്കിലോ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അപ്പോൾ വൈകാരികമായി ആ കുടുംബത്തോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുമ്പോഴും ചില ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ ഈ കേസിലുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല PP ദിവ്യ ഇത് ആത്മഹത്യാ പ്രേരണയാണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. 50% കുറവ് സാധ്യത മാത്രമാണ് ഇപ്പോഴും PP ദിവ്യ ശിക്ഷിക്കപ്പെടാനായിട്ട് നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശിക്ഷിക്കപ്പെടണോ വേണ്ടോ എന്നുള്ള വൈകാരികമായിട്ടൊക്കെ പറയാം. PP ദിവ്യ ചെയ്തതിനെ ഞാൻ ഒട്ടും അംഗീകരിക്കുന്നതേ ഇല്ല. ഒരു വിസിൽ ബ്ലോവറായിട്ട് ഒരു ജനപ്രതിനിധി ഇങ്ങനെയല്ല പെരുമാറേണ്ടിയിരുന്നത്. കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ അത് പ്രതികരിക്കാമായിരുന്നു. അത് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് യാത്രയപ്പിൻ്റെ വേളയിലൊക്കെ പോയി വൈകാരികമായൊരു ഷോക്ക് കൊടുത്തുകൊണ്ടല്ല അത് ചെയ്യേണ്ടിയിരുന്നത്. ഇതറിയുന്ന മാത്രയിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഇടപാടുണ്ടെങ്കിൽ അത് അറിയുന്ന മാത്രയിൽ തന്നെ ആ രീതിയിൽ ഇടപെടണമായിരുന്നു. കാര്യം വിജിലൻസ് സംവിധാനം ഈ സർക്കാരിനോടൊപ്പമുണ്ട്, ആഭ്യന്തര വകുപ്പ് ഈ സർക്കാരിനോടൊപ്പമുണ്ട്. പക്ഷേ ഒരു ഓവർ എന്തൂസിയാസ്റ്റിക്കായി PP ദിവ്യ ചെയ്ത കാര്യമാണ് ഇതിലൊരു സമ്മർദ്ദമുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ആത്മഹത്യാ പ്രേരണാക്കുറ്റം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറിപ്പ് വേണം, ഒരു മൊഴി വേണം, ഏതെങ്കിലും തരത്തിലുള്ളൊരു സൂചന PP ദിവ്യയിലേക്ക് വേണം. സാഹചര്യ തെളിവുകളിൽ നിന്ന് മാത്രം ആത്മഹത്യാ പ്രേരണാക്കുറ്റം നിൽക്കുമോ എന്നുള്ളൊരു വലിയ ലീഗൽ വിഷയമുണ്ട്.